Hey guys, welcome back to my channel. My name is Ananya and ഇന്നത്തെ വീഡിയോ is going to be an ഓണം സ്പെഷ്യൽ മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. സോ നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ, ഞാൻ ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയോ നോക്കി ആയപ്പോഴത്തേക്കും പിന്നെ എക്സാംസ് ഒക്കെ വന്ന് തലയിൽ കയറി, അപ്പം മൊത്തത്തിൽ ടൈം കിട്ടിയില്ല. ഇപ്പോൾ ഐ എം ബാക്ക് ഓൺ ട്രാക്ക്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും, ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട്. എല്ലാ വീക്കും ഒരു ലോങ് വീഡിയോ വിൽ ബി ഷോർ ആൻഡ് ഷോർട്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ഇഫ് യു ന്യൂ ടു മൈ ചാനൽ, ഹായ്, മൈ നെയിം ഈസ് അനന്യ. ഞാൻ കൂടുതലും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ട്രാവൽ വ്ളോഗ്സ് എല്ലാം ഉണ്ടാവും. ഇറ്റ്സ് മൈ ന്യൂ ചാനൽ. അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനി നമുക്ക് അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസിക് സ്കിൻ കെയർ ചെയ്യാം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഒരു ഫേഷ്യൽ ഗ്ലോ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് നിൽക്കണം വേണ്ടിയിട്ട്. സോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമർ വെച്ചിട്ടാണ്. ജസ്റ്റ് പോസ് ഉള്ള ഭാഗത്തേക്ക് മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല പോസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഫുൾ കവറേജ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പോസൊക്കെ വിസിബിൾ ആവും, പ്രത്യേകിച്ച് ഡേ ടൈമിൽ. അപ്പോൾ നമുക്ക് ഒരു പ്രൈമർ വെച്ചിട്ട് പോസിൻ്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ബിഫോർ മേക്കപ്പ്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. കൺസീലർ നമ്മൾ ആവശ്യമുള്ള പാർട്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഈ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തൊന്നും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് റെഡ്നെസ് ഉള്ളതും ചെറുതായിട്ട് അണ്ടർ ഐയിലൊക്കെ ആവശ്യമുള്ള സ്പോട്സിൽ ഒക്കെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഓവറായിട്ട് നിങ്ങൾക്ക് അണ്ടർ ഐ സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഓവറായിട്ട് കൺസീലർ മാത്രം എടുത്തിടരുത്. അപ്പോൾ ഭയങ്കര കേക്കായിട്ട് ഗ്രേ കളറായിട്ടിരിക്കും. അതിനേക്കാളും ജസ്റ്റ് ഒരു കളർ കറക്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സീൽ ചെയ്തിട്ട് കൺസീലർ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അണ്ടർ ഐസിലും അതേപോലെ തന്നെ റെഡ്നെസ് ഉള്ള ഏരിയയിലും മാത്രം കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇത് മതി, നമുക്ക് ഓവറായിട്ട് വേണ്ട. ജസ്റ്റ് കൺസീൽ ചെയ്യാനുള്ള പാർട്സിൽ മാത്രം കൺസീൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ലിക്വിഡ് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ബ്ലഷാണ്. ഒരു പിങ്ക് കളറാണ്, നല്ല കളറാണ്, ഒരു പിങ്കി കളറാണ്. നെക്സ്റ്റ് നമ്മൾ ഈ കൺസീലർ ഒരു പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കൺസീലർ ഇട്ട ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. So I'm using Lakme's Ultra Matte Compact Powder. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യും മുന്നേ ഞാനൊരു വീഡിയോ കണ്ട ഹാക്കാണ്. ജസ്റ്റ് കുറച്ചൊന്ന് കയ്യിലൊന്ന് ഡസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ലിക്വിഡ് ബ്ലഷ് ഇട്ടില്ലേ, ലിക്വിഡ് ബ്ലഷിൻ്റെ മണ്ടയിൽ കൂടി സെയിം ഒരു പൗഡർ ബ്ലഷ് വെച്ചിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാണ്. സോ ഐ എം യൂസിങ് ദിസ് ഷുഗർ 3-in-1 പാലറ്റ്. ജസ്റ്റ് നമ്മൾ ലിക്വിഡ് ബ്ലഷ് ഇട്ട ഭാഗത്ത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഫോർ ദറ്റ് പിങ്കി ചീക്സ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഐബ്രോസ് ആണ്. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ മേബലിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ ഷെയ്ഡ് നാച്ചുറൽ ബ്രൗൺ. ഓക്കെ, ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഡാർക്ക് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ അല്ലേ, ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഡാർക്ക് ഐബ്രോസ് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു ഐബ്രോ ജെല്ല് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐബ്രോസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ജെല്ല് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടി ഐബ്രോസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഫേസ് കുറച്ചൊന്ന് വാംത്ത് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കാം. ഞാൻ സെയിം ഷുഗറിൻ്റെ ആ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക്
ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു വാംത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസിന്, ഇല്ലെങ്കിൽ നമ്മൾ ടൂ പെയിലായിട്ടിരിക്കും പോലെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ ഫേസിൽ ഡെഫിനിഷനൊക്കെ കിട്ടാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോണ്ടോറും കൂടി ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ബ്രോൺസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു വാംത്ത് മതി ഫേസിന്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു അവർ ഐസ്. ഭയങ്കര ഹെവി ഒന്നും അല്ലാണ്ട് ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഐസ് അങ്ങ് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ നൈക്കയുടെ ഈ ഒരു പാലറ്റ് എടുത്തിട്ട് നമുക്കൊരു ബ്രൗണി ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഓൾ ഓവർ ദ ലിഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഓൾ ഓവർ ദ ഐലിഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു ബ്രൗണി കളർ എടുത്തിട്ട് ജസ്റ്റ് ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഗോൾഡ് ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ട്രാൻസിഷൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെയിം ടു ദ അതർ ഐസ്. കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴേ നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ബ്രഷ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും. സോ ഐ എം ജസ്റ്റ് ഡൂയിങ് വിത്ത് മൈ ഫിംഗേഴ്സ്. സോ ആക്ച്വലി ഞാൻ മേബിലിൻ്റെ ഈ ഒരു ജെൽ ലൈനർ വെച്ചിട്ട് ഐസ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ആ ഷോട്ട് ഷൂട്ട് ചെയ്തായിരുന്നു. ആൻഡ് ഞാനത് ഷൂട്ട് ചെയ്തത് വീഡിയോ ഓൺ ആക്കാണ്ടായിരുന്നു. സോ യാ, വിൽ ഡു ദ നെക്സ്റ്റ് ഐസ്. സോ ഞാൻ ഈ സെയിം ജെൽ കാജൽ വെച്ച് തന്നെ ടൈറ്റ് ലൈനും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വാട്ടർ ലൈനും ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ കാജലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് ചൊറയും. സോ ഞാൻ ഈ സെയിം ജെൽ കാജൽ വെച്ച് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ കുറച്ച് ട്രഡീഷണൽ ലുക്ക് അല്ലേ, അപ്പം നമുക്ക് വാട്ടർ ലൈനും ടൈറ്റ് ലൈനൊക്കെ ചെയ്യുമ്പോൾ ഐസ് കുറച്ചും കൂടി പോപ്പ് ചെയ്തിരിക്കും. സോ ഇറ്റ് വിൽ ബി ഗുഡ്. ഞാൻ യൂഷ്വലി വാട്ടർ ലൈൻ ചെയ്യാറില്ല, ചെയ്യാണ്ടിരുന്ന് ചെയ്തതിൻ്റെയാണ് ഈ കാണുന്നത്. യാ, സോ എനിവേസ് വിൽ ജസ്റ്റ് കണ്ടിന്യൂ. സോ നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്, വാട്ടർ ലൈനും ചെയ്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐലാഷസ്. ഐലാഷസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് ഹെവി ആയിട്ടൊന്നും പോകണമെങ്കിൽ ജസ്റ്റ് ഐലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാര യൂസ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐലാഷസ് യൂസ് ചെയ്യാം. നമുക്ക് ഐസ് കുറച്ചും കൂടി ഒരു ഫുള്ളർ ലുക്ക് ഉണ്ടാവും. ഓക്കെ, ഐലാഷസ് വെക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഓഫ് ക്യാമറയിൽ പോയിട്ട് ഐലാഷസ് വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ ഐലാഷസ് ഒക്കെ സംഹൗ വെച്ചു എന്ന് പറയാം. സോ ഐസ് ഇസ് ഡൺ ബേസിക്കലി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ഹൈലൈറ്റ് ആണ്. നമ്മുടെ ഹൈ പോയിന്റ്സ് ഓഫ് ഫേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് പൊട്ടിടാം. പൊട്ടില്ലാണ്ട് എന്താണല്ലേ, ഇനി നമ്മൾ പൊട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ലിപ്സ് ആണ്. ലിപ്സിനായിട്ട് ഞാനൊരു ഡസ്റ്റി റോസ് കളറാണ് എടുക്കുന്നത്. ഇത് മിസ് ക്ലെയറിൻ്റെ ആണ്. സോ നമ്മൾ ലിപ്സും ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ഐലാഷസിനും ലിപ്സിനൊക്കെ മുന്നേ ആയിരുന്നു സെറ്റിംഗ് സ്പ്രേ അടിക്കേണ്ടത്. ആൻഡ് ഞാൻ മറന്നുപോയി. സോ നമ്മളിപ്പോഴാണ് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഉണക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനമാണ്. ദിസ് ഈസ് മിനി ഫാൻ. നമ്മൾ മിനി ഫാൻ വെച്ച് സെറ്റിംഗ് സ്പ്രേ ഉണക്കും. ഇറ്റ്സ് ആക്ച്വലി ഫൺ ഗൈസ്. ഇത് നല്ല ഫണ്ണായിട്ടുണ്ട് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഭയങ്കര ഫണ്ണായിട്ടുണ്ട്, അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ പറഞ്ഞ മിനി ഫാൻ. ആൻഡ് നല്ല രസമുണ്ട്. ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഫുള്ളി റെഡി ആയിട്ട് വരാം.
സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുറച്ച് ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൻഡ് ഹെയർ ബൺ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ യാ, ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇതേപോലത്തെ മോർ കണ്ടൻസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയുക. ആൻഡ് ഞാൻ ഇതേപോലെ മോർ ഓണം കോണ്ടന്റ്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂൺ വരുന്നതായിരിക്കും 1 by 1. സോ യാത്രയേ ഉള്ളൂ. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.